പാലക്കാത്തകടി സെന്റ് മേരീസ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. 3 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ.ആർ. നാരായണന്റെ പേരിൽ നിർമ്മിക്കുന്ന പാലക്കാത്തകടി സെന്റ് മേരീസ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ശിലാഫലകത്തിന്റെ അനാച്ഛാദനം മാത്യു ടി തോമസ് എം.എൽ.എ. നിർവഹിച്ചു. സർക്കാർ സ്കൂളിൽ കുട്ടികളെ വിട്ടയക്കുന്നത് എന്ന തുണി ഒരു ഉന്നത നേതാവിന്റെ വായിക്കുന്നതാണ്. അപ്പോ ആദ്യം നമ്മൾ നമ്മുടെ കുട്ടികളെ ഇത്തരം സ്കൂളുകളിൽ അയക്കാൻ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ മാത്രമേ ഈ സ്കൂളിന്റെ വികസനത്തെ പൊതുവിദ്യാഭ്യാസം നമ്മൾ ഗൗരവമായി എടുക്കുന്നു എന്ന സന്ദേശം പൊതുസമൂഹത്തിന് നൽകാൻ കഴിയും. രണ്ടാമത്, ഈ സ്കൂളിലെ കൈക്കണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, നല്ല പഠനം അതുണ്ടാകണം. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു മഹായജ്ഞമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മാറിയിരിക്കും. സംസ്ഥാന അടിസ്ഥാനത്തിൽ 2014 ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ തോതിൽ നമ്മൾ ഈ മണ്ഡലത്തിൽ ആരംഭിച്ചത് സൂചിപ്പിച്ചു. തിരുവല്ല നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഓരോ ക്ലാസ്സുകളിലും സ്മാർട്ട് ക്ലാസ് റൂമാക്കുന്നതിന് എം.എൽ.എ. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.ജി. അനിത സ്കൂളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ സ്കൂളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞ 5 വർഷമായി പുതിയ മാനവും രൂപവും നൽകിക്കൊണ്ട് ഈ വാർഡിനെ നയിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. വിശേഷാൽ ഞാൻ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് സ്കൂളിന്റെ ഉന്നതിക്ക് വേണ്ടി പശ്ചാത്തലവും ഭൗതികവുമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച തന്റെ ഡിവിഷനിലെ 4 സ്കൂളുകളിലും ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എസ്.പി. സുബിൻ പദ്ധതി വിശദീകരണം നടത്തി. ഈ സ്കൂളിന്റെ വായുവിനുള്ള എല്ലാ ജനങ്ങളും രക്ഷകർത്താക്കളും പൂർവ്വവിദ്യാർത്ഥികളും ഒത്തൊരുമിച്ചതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് 4 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ മാധുരി സാറിന്റെയും ഒപ്പം ധനകാര്യമന്ത്രിയുടെ കീഴിലായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തകൻ അജിത് കുമാർ സാറിന്റെയും ഫലപ്രദമായ ഇടപെടലിന്റെ ഭാഗമായി 3 കോടി രൂപ ഈ സ്കൂളിന് അനുവദിച്ചത്. സാധാരണഗതിയിൽ 500-ലധികം കുട്ടികളുള്ള സ്കൂളിന് 1000-ലധികം കുട്ടികളുള്ള സ്കൂളിന് അനുവദിക്കേണ്ട പണം ഇവർ 2 പേരുടെ ഇടപെടൽ കൊണ്ടാണ് അന്ന് 200-ൽ താഴെ കുട്ടികൾ ഉണ്ടായിട്ട് പോലും ഈ സ്കൂളിന് 3 കോടി രൂപ അനുവദിച്ചത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി.കെ. ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ.കെ. രാധാകൃഷ്ണക്കുറുപ്പ്, രജീഷ് സാമുവൽ, വൈസ് പ്രസിഡന്റ് ടി.എൻ. ശാന്തമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലേഖ, ഷിനി കെ. പിള്ള, തിരുവല്ല ഡി.ഇ.ഒ. പി.ആർ. പ്രസീന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി.എൻ. മോഹനൻ, എബി മേക്കരിങ്ങാട്, ജ്ഞാനമണി മോഹൻ, വി.പി. രാധാമണിയമ്മ, രജനി രതീഷ്, ബാബു കൂടത്തിൽ, ബി. പ്രമോദ്, ഹെഡ്മിസ്ട്രസ് ബി. സുനിലാദേവി, സ്റ്റാഫ് സെക്രട്ടറി ബീന വർഗീസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു പാലക്കൽ, അജിമോൻ കയ്യാലത്ത്, വിനോദ് വേളുക്കാവിൽ, അഡ്വക്കേറ്റ് സന്തോഷ് തോമസ്, പി.ടി.എ. ഭാരവാഹികളായ പി.ടി. ഷിനു, കൊച്ചുമോൾ തോമസ്, സുജ ബാബു, കെ.ജെ. ജ്യോതി, ആർ. ജയകുമാർ, ടി.ജി. ജോൺ വെങ്കോട്ട, കെ.ആർ. മുരളീധരൻ എന്നിവർ വിവിധ സമയങ്ങളിലായി പങ്കെടുത്തു. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുപരിപാടികളിൽ 20 പേർ മാത്രം പങ്കെടുത്താൽ മതിയെന്ന കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർക്കും രക്ഷകർത്താക്കൾക്കുമായി യൂട്യൂബ് ചാനലിൽ കൂടി പരിപാടി കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നു.